ഓം ശ്രീ ലളിതാംബികായേ നമഃ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 108, 109, 110, 111 ശ്ലോകങ്ങളിലെ 524 മുതൽ 547 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. ഇതുവരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും പ്ലേലിസ്റ്റിൽ നൽകിയിട്ടുണ്ട്. 524 നാമം മജ്ജാസംസ്ഥ. മജ്ജ എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് അർത്ഥം. രക്തത്തിൻ്റെ സ്രോതസ്സാണ് മജ്ജ എന്ന് പറയുന്നത്. ജീവൻ നിലനിർത്തുന്നത്, പ്രവർത്തിപ്പിക്കുന്നത്, ഇതിന് ആധാരമായ ശക്തി ചൈതന്യമാണ്. ആ ശക്തി ചൈതന്യം ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ മജ്ജാസംസ്ഥ എന്ന് വിശേഷിപ്പിക്കുന്നു. 525 നാമം ഹംസവതി മുഖ്യ ശക്തി സമന്വിത. ഹംസവതി മുഖ്യ ശക്തി സമന്വിത. കുണ്ടലിനി ശക്തിയെക്കുറിച്ചും ആജ്ഞാചക്രത്തെയുമൊക്കെ കുറിച്ചിട്ട് മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ആജ്ഞാചക്രത്തിലെ പത്മത്തിൽ 2 ദളങ്ങളുണ്ട്. അതിൽ അക്ഷരധ്വനികൾ പുറപ്പെടുന്നുവെന്നും നമ്മൾ 521 നാമത്തിൽ പറഞ്ഞിരുന്നു. ഹംസവതി എന്നും ക്ഷമാവതി എന്നും 2 ദേവതമാർ ഇവിടെ ഹാഗിനി രൂപിണിയായ ദേവിയെ സേവിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. ഇതിൽ ഹംസവതിയാണ് മുഖ്യ. അതുകൊണ്ട് ദേവിയെ ഹംസവതി മുഖ്യ ശക്തി സമന്വിത എന്ന് വിശേഷിപ്പിക്കുന്നു. 526 നാമം ഹരിദ്രാനൈക രസിക. ഹരിദ്ര അന്ന ഏക രസിക. ഹരിദ്രാന്നത്തിൽ ഏകരസികയായിട്ടുള്ളവൾ. എന്താണ് ഹരിദ്രം? ഹരിദ്രം എന്നാൽ മഞ്ഞൾ. ആ മഞ്ഞൾ കലർന്ന അന്നം ദേവിക്ക് പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് പല ക്ഷേത്രങ്ങളിലെയും പ്രസാദവുമാണ്. അങ്ങനെ മഞ്ഞൾ ചേർന്ന ഭക്ഷണം ഇഷ്ടപ്പെടുന്ന കൊണ്ട് ദേവിയെ ഹരിദ്രാനൈക രസിക എന്ന് വിശേഷിപ്പിക്കുന്നു. 527 നാമം ഹാഗിനി രൂപധാരിണി. ഹാഗിനി ദേവതയുടെ രൂപം ധരിച്ചവൾ. കഴിഞ്ഞ 6 നാമങ്ങളിലായി ഗുണവിശേഷങ്ങളാൽ വർണ്ണിച്ചുകൊണ്ടിരുന്നത് ഈ ദേവിയെയാണ്. ഹാഗിനി ചതുർബാഹുക്കളോടും 4 കൈകളിൽ ജ്ഞാനമുദ്ര, ഡമരുക, പത്മം, രുദ്രാക്ഷമാല ഇവ ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദേവിയെ ഹാഗിനി രൂപധാരിണി എന്ന് വിശേഷിപ്പിക്കുന്നു. 528 നാമം സഹസ്രദള പത്മസ്ഥ. സഹസ്രദള പത്മസ്ഥ. സഹസ്രദള ചക്രത്തിലെ പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. എന്താണ് സഹസ്രദള ചക്രം? അത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. ആധാരചക്രങ്ങളിൽ ഏറ്റവും മുകളിലത്തേതും 6ാമത്തേതുമായ സ്ഥാനമാണ് ആജ്ഞാചക്രം. ഇത് ഭ്രൂമധ്യത്തിലാണ്. അതിന് പിന്നിലായി ബ്രഹ്മരന്ധ്രം. അവിടെ 1000 ഇതളുകളുള്ള ഒരു താമരയുടെ കർണികയിൽ ജഗദംബിക യാഗിനി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ സഹസ്രദള പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ദേവിയെ സഹസ്രദള പത്മസ്ഥ എന്ന് വിശേഷിപ്പിക്കുന്നു. 529 നാമം സർവവർണോപശോഭിത. സർവവർണ ഉപശോഭിത. നാനാവർണ്ണങ്ങളാൽ ശോഭിക്കുന്നവൾ എന്ന് അർത്ഥം. വർണ്ണം എന്നതിന് ഇവിടെ നിറമെന്നും അക്ഷരമെന്നും അർത്ഥമുണ്ട്. നിറമെന്ന അർത്ഥത്തിൽ പറയുമ്പോൾ എല്ലാ വർണ്ണങ്ങളും, അതായത് 7 വർണ്ണങ്ങളും ചേരുമ്പോൾ ശുദ്ധപ്രകാശം ഉണ്ടാവുന്നു, സൂര്യപ്രകാശം ഉണ്ടാവുന്നു. അങ്ങനെ നിറമേതെന്നു നിശ്ചയിക്കാൻ വയ്യാത്ത ആ ശോഭയാണ് സർവവർണം, ദേവിയുടെ ശോഭ. വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ വർണ്ണമെന്നാൽ അക്ഷരമെന്നും അർത്ഥമുണ്ട്.
ഒരു യോഗി ധ്യാനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അകക്കണ്ണിൽ അദ്ദേഹം ഉപാസിക്കുന്ന ദേവതയുടെ ബീജമന്ത്രാക്ഷരങ്ങൾ പല നിറങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെയാണ് അക്ഷരങ്ങൾക്ക് വർണ്ണങ്ങൾ എന്ന പേരുണ്ടായത്. പല വർണ്ണങ്ങൾ ഇടകലർന്ന് സമാധിസ്ഥനായി ദേവിയെ ധ്യാനിക്കുന്ന യോഗി അകക്കണ്ണിൽ ദേവിയെ സർവവർണ്ണോപശോഭിതയായി ദർശിക്കുന്നു. 530 നാമം സർവായുധധര. സർവ ആയുധധര, അതായത് എല്ലാ ആയുധങ്ങളും ധരിച്ചവൾ. ഓരോ ദൈവസങ്കല്പത്തിലും ഓരോ ദേവതയ്ക്കും ഓരോരോ ആയുധങ്ങളുണ്ട്. ഉദാഹരണത്തിന് വിഷ്ണു ഭഗവാന് ശംഖ്, ചക്ര, ഗദ, പത്മങ്ങൾ. അതുപോലെ ശൂലം, പിനാകം, അത് ശിവഭഗവാന്റെ കയ്യിലാണ്. മുരുക ഭഗവാന് വേലാണ്. എല്ലാ ദേവന്മാരുടെയും എല്ലാ ആയുധങ്ങളും ദേവി ധരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്തെന്നാൽ സർവ്വദേവന്മാരുടെ ആയുധങ്ങളും അവരുടെ ശക്തികളും ദേവിയിലുണ്ട്. എല്ലാ ദേവന്മാർക്കും ശക്തി ലഭിച്ചത് ഈ ദേവിയിൽ നിന്നാണ്. അതുകൊണ്ട് ദേവിയെ സർവായുധധര എന്ന് വിശേഷിപ്പിക്കുന്നു. 531 നാമം ശുക്ല സംസ്ഥിത. ശുക്ലധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ. സൃഷ്ടിന്മുഖത്വമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാ സൃഷ്ടിയുടെയും ബീജത്തിലുള്ള ആ ജീവചൈതന്യം ദേവിയാണ്. 532 നാമം സർവതോമുഖി. സർവതോമുഖി എന്നാൽ എല്ലാ ദിക്കിലും മുഖങ്ങളുള്ളവൾ എന്ന് അർത്ഥം. ദേവിയുടെ വിരാട് രൂപം തന്നെയാണ് സഹസ്രദള പത്മത്തിൽ യാഗിനി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്. 533 നാമം സർവോദന പ്രീതചിത്ത. സർവ ഓദന പ്രീതചിത്ത, എല്ലാവിധത്തിലുമുള്ള അന്നം പ്രിയമായിട്ടുള്ള ചിത്തത്തോടു കൂടിയവൾ എന്ന് അർത്ഥം. ഉപാസകന്റെ സന്തോഷത്തിനനുസരിച്ച് ദേവി അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളോട് കൂടി സങ്കല്പിക്കപ്പെടുന്നു. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള നൈവേദ്യങ്ങൾ ഇഷ്ടപ്പെടുന്നവളാണ് എന്ന് പ്രസ്താവിക്കുന്നു. 534 നാമം യാഗിന്യംബ സ്വരൂപിണി. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സവിശേഷതകളോട് കൂടിയ ആ ദേവിയുടെ നാമമാണ് യാഗിനി ദേവി. അതും ദേവി തന്നെയാണ്, ആ സ്വരൂപത്തിലിരിക്കുന്നവൾ. അതുകൊണ്ട് ദേവിയെ യാഗിന്യംബ സ്വരൂപിണി എന്ന് വിശേഷിപ്പിക്കുന്നു. 535 നാമം സ്വാഹ. സ്വാഹാദേവിയുടെ സ്വരൂപത്തിലുള്ള ദേവി. സ്വാഹാദേവി അഗ്നിദേവന്റെ പത്നിയാണ്. ശിവഭഗവാനെ അഗ്നിസ്വരൂപനായി വിഭാവനം ചെയ്യാറുണ്ട്. യാഗം ചെയ്യുന്ന സമയത്ത് ദേവന്മാരെ സങ്കല്പിച്ച് അർപ്പിക്കുന്ന ഹവിസ്, അത് സ്വീകരിച്ച് ദേവന്മാരിൽ എത്തിക്കുന്നത് സ്വാഹാദേവിയാണ്. അതുകൊണ്ടാണ് മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ഹവിസ് നൽകുന്ന സമയത്ത് ഓം എന്നും സ്വാഹ എന്നും ചേർത്തുച്ചരിക്കുന്നത്. ഇങ്ങനെയാണ് ദേവതകളെ ആഹ്വാനം ചെയ്യുന്നതും. അങ്ങനെ സ്വാഹ സ്വരൂപത്തിലുള്ള ദേവിയെ സ്വാഹ എന്ന് വിശേഷിപ്പിക്കുന്നു. 536 നാമം സ്വത. സ്വതാ സ്വരൂപത്തിലുള്ള ദേവി, അല്ലെങ്കിൽ സ്വതാശബ്ദത്തിൻ്റെ ലക്ഷ്യാർത്ഥമായിട്ടുള്ളവൾ. പിതൃദേവതകളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന പൂജയിൽ പൂജാദ്രവ്യം അർപ്പിക്കുന്നത് മന്ത്രത്തിൻ്റെ ആദ്യം ഓം എന്നും അവസാനം സ്വത എന്നും ഉരുവിട്ടാണ്. സ്വാഹ എന്നും സ്വത എന്നും ദേവിയുടെ സ്വരൂപങ്ങളായി കൽപ്പിക്കപ്പെടുന്നു. അങ്ങനെയുള്ള ദേവിയെ സ്വത എന്ന് വിശേഷിപ്പിക്കുന്നു. 537 നാമം അമതി, അതായത് അവിദ്യാസ്വരൂപിണിയായ ദേവി. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് അടിസ്ഥാനമായ കാരണം തന്നെ അവിദ്യയാണ്.
അതിൽ ദുഃഖിതനായ ബ്രഹ്മാവ് തപസ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് സൃഷ്ടികൾ നടന്നത്. അങ്ങനെ അവിദ്യയെ ആശ്രയിച്ചാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അവിദ്യയും വിദ്യയും മായയുടെ തന്നെ സ്വരൂപമാണ്. രണ്ടും ദേവി തന്നെയാണ്, ദേവിയുടെ ഭാവങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ അമതി അഥവാ അവിദ്യാസ്വരൂപിണി എന്ന് വിശേഷിപ്പിക്കുന്നു. എല്ലാം ദേവിയുടെ മായ തന്നെ. അടുത്ത നാമം 538 നാമം മേധ. മേധാസ്വരൂപിണിയായ ദേവി ബുദ്ധി, ധാരണാശക്തി എന്നിവയോടെ സർവജീവികളിലും കുടികൊള്ളുന്നവളാണ് ദേവി. ശാസ്ത്ര തത്വങ്ങളെ മനസ്സിലാക്കി മറക്കാതെ സൂക്ഷിക്കാനുള്ള കഴിവാണ് മേധ. യാ ദേവി സർവഭൂതേഷു മേധാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ എന്ന ശ്ലോകത്തിലും ദേവിയെ മേധാരൂപത്തിൽ വിശേഷിപ്പിക്കുന്നു. മേധാരൂപത്തിലുള്ള ദേവിയെ മേധ എന്ന് ഈ നാമത്തിലൂടെ അഭിസംബോധന ചെയ്യുന്നു. 539 നാമം ശ്രുതി. ശ്രുതി തന്നെ സ്വരൂപമായവൾ. ശ്രുതി എന്നാൽ വേദമെന്ന് അർത്ഥം. ഗുരുശിഷ്യ പരമ്പരയാ ശ്രവണം ചെയ്ത് സിദ്ധി വരുത്തിയിട്ടുള്ള ശാസ്ത്രമായതുകൊണ്ടാണ് ശ്രുതി എന്ന പേര് വേദത്തിന് വന്നത്. ദേവിയുടെ അക്ഷരാത്മകം അഥവാ വർണ്ണാത്മക രൂപമാണ് വേദങ്ങൾ. ഋഷിമാർക്ക് ധ്യാനനിഷ്ഠയിൽ ശ്രവണ വിഷയമായി ഈ ശ്രുതി ലഭിക്കുന്നു. ഇത് ദേവിയുടെ ശക്തി തന്നെയാണ്. അതിനാലാണ് യുഗങ്ങൾ കഴിഞ്ഞിട്ടും വേദങ്ങൾ നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള ദേവിയെ ശ്രുതി എന്ന് അഭിസംബോധന ചെയ്യുന്നു. അടുത്ത നാമം 540 നാമം സ്മൃതി. സ്മൃതി തന്നെ രൂപമായവൾ. ഈ വേദങ്ങളെ ആധാരമാക്കി ഋഷിമാർ നിർമ്മിച്ച ധർമ്മശാസ്ത്രങ്ങളെയാണ് സ്മൃതികൾ എന്ന് പറയുന്നത്. ശ്രുതിയിൽ പറഞ്ഞിട്ടുള്ളവയുടെ പ്രായോഗിക തലത്തിലുള്ള അനുഷ്ഠാന നിർദ്ദേശങ്ങളാണ് സ്മൃതികൾ. ഇത് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ജീവിത നിയമങ്ങളാണ്. ഇത് കാലസ്വരൂപിണിയായ ദേവിയുടെ തന്നെ സ്വരൂപമാണ്. ഇനി സ്മൃതി എന്നതിന് ഓർമ്മശക്തി എന്ന അർത്ഥമെടുത്താലും പ്രാണികളിൽ ഓർമ്മശക്തിയായി സ്ഥിതി ചെയ്യുന്നത് ദേവിയാണ്. അതുകൊണ്ടാണ് യാ ദേവി സർവഭൂതേഷു സ്മൃതിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ എന്ന് ശ്ലോകത്തിലൂടെ ദേവിയെ സ്തുതിക്കുന്നത്. സ്മൃതി തന്നെ രൂപമായതുകൊണ്ട് ദേവിയെ സ്മൃതി എന്ന് വിശേഷിപ്പിക്കുന്നു. അടുത്ത നാമം 541 നാമം അനുത്തമ. അനുത്തമ ആയിരിക്കുന്നവൾ അഥവാ സർവശ്രേഷ്ഠ. അനുത്തമ എന്നാൽ ഇതിനേക്കാൾ ഉത്തമമായി യാതൊന്നുമില്ലാത്തത്, തന്നേക്കാൾ ശ്രേഷ്ഠയായി ആരുമില്ലാത്തത്. അതുകൊണ്ട് ദേവിയെ അനുത്തമ എന്ന് വിശേഷിപ്പിക്കുന്നു. 542 നാമം പുണ്യകീർത്തി. ആരുടെ നാമം സ്മരിക്കുമ്പോഴാണോ പുണ്യമുണ്ടാവുന്നത് ആ പുണ്യപ്രദമായ കീർത്തിയുള്ളവൾ. ആരുടെ മഹത്വമാണോ സ്മരിക്കുകയും കീർത്തിക്കുകയും ചെയ്യുമ്പോൾ അവർ ശുദ്ധീകരിക്കപ്പെടുന്നത്. ഏതൊരു ദേവിയാണോ കീർത്തിക്കപ്പെടുവാൻ യോഗ്യതയായിട്ടുള്ളത് ആ ദേവിയെ പുണ്യകീർത്തി എന്ന് വിശേഷിപ്പിക്കുന്നു. 543 നാമം പുണ്യലഭ്യ. പുണ്യമുള്ളവർക്കു മാത്രം ലഭിക്കുന്നവൾ. പൂർവപുണ്യം ആർജിച്ചവർക്കു മാത്രമേ ദേവിയെ ഒന്ന് പ്രണമിക്കാനും സ്തുതിക്കുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദേവിയെ പുണ്യലഭ്യ എന്ന് വിശേഷിപ്പിക്കുന്നു. 544 നാമം പുണ്യശ്രവണ കീർത്തന. ശ്രവണം ചെയ്യുന്നവർക്കും കീർത്തിക്കുന്നവർക്കും പുണ്യം പ്രദാനം ചെയ്യുന്നവൾ. പാപപുണ്യങ്ങളൊക്കെ മനസ്സിൻ്റെ ഭാവങ്ങളാണ്. മനസ്സിനെ പതനത്തിലേക്ക് നയിക്കുന്നത് പാപവും ഉദ്ധരിക്കുന്നത് പുണ്യവും.
ദേവിയുടെ മാഹാത്മ്യവും ലീലാചരിതങ്ങളും ശ്രവണം ചെയ്യുന്നതിലൂടെ മനസ്സിന് ശാന്തിയും ആനന്ദവും ലഭിക്കുന്നു. അങ്ങനെ സൂര്യപ്രകാശം കൊണ്ട് ഇരുട്ട് മറയുന്നത് പോലെ മനസ്സ് ശുദ്ധമാവുന്നു. അങ്ങനെ പുണ്യത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് ദേവിയെ പുണ്യശ്രവണ കീർത്തന എന്ന് വിശേഷിപ്പിക്കുന്നു. 545 നാമം പുലോമജാർച്ചിത. പുലോമജ അർച്ചിത. പുലോമജയാൽ അർച്ചിക്കപ്പെട്ടവൾ. ആരാണ് പുലോമജ? കശ്യപ പ്രജാപതിക്ക് ദ്യുതിയിൽ ജനിച്ച പുത്രനാണ് പുലോമൻ എന്ന അസുരൻ. ആ അസുരൻ്റെ പുത്രിയായ ശചീദേവിയാണ് പുലോമജ എന്ന ഇന്ദ്രപത്നി. ആ ദേവിയാൽ ആരാധിക്കപ്പെടുന്നവൾ എന്ന് അർത്ഥം. പുലോമജയാൽ ആരാധിക്കപ്പെടുന്നവളായതുകൊണ്ട് ദേവിയെ പുലോമജാർച്ചിത എന്ന് വിശേഷിപ്പിക്കുന്നു. 546 നാമം ബന്ധമോചിനി. ബന്ധമോചിനി എന്നാൽ ബന്ധങ്ങളിൽ നിന്ന് മോചിതയായവൾ എന്ന് ഒരർത്ഥം. അതുകൂടാതെ ബന്ധങ്ങളിൽ നിന്ന്, അതായത് ലൗകിക ബന്ധങ്ങളിൽ നിന്നും മറ്റു ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവൾ എന്ന് മറ്റൊരു അർത്ഥം. ഭക്തനെ പാപവാസന ബന്ധത്തിൽ നിന്നും സംസാര ബന്ധത്തിൽ നിന്നും മോചിപ്പിക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ ബന്ധമോചിനി എന്ന് വിശേഷിപ്പിക്കുന്നു. 547 നാമം ബർബരാളക. ബർബരം എന്നാൽ ചുരുണ്ടത്, അളകം എന്നാൽ കേശം. ചുരുണ്ട മുടി, അതായത് ചുരുണ്ട അളകങ്ങൾ സൗന്ദര്യ ലക്ഷണമാണ്. ഇവിടെ ദേവിയുടെ സ്ഥൂല രൂപ സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്നു. മനോഹരമായ തരംഗങ്ങൾ പോലെ താണും ഉയർന്നുമുള്ള ആകൃതിയോടു കൂടിയുള്ള അളകങ്ങളാൽ ശോഭിക്കുന്ന ദേവി. അതുകൊണ്ട് ദേവിയെ ബർബരാളക എന്ന് വിശേഷിപ്പിക്കുന്നു. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 108, 109, 110, 111 ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന നാമങ്ങൾ, അതായത് 524 മുതൽ 547 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഇനിയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും വരുന്ന വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. നന്ദി. ഓം ശ്രീ ലളിതാംബികായേ നമഃ.